അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാഹിബിന്റെ മനുഷ്യസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ സമാധാന സന്ദേശത്തിന്റെ ജീവിക്കുന്ന പ്രതീകമാണ്. യമനിൽ വധശിക്ഷ നേരിട്ടിരുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാനും സൗദി അറേബ്യയിൽ 10 വർഷത്തെ തടവിന് ശേഷം നസീറിനെ മോചിപ്പിക്കാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇസ്ലാമിന്റെ മനുഷ്യത്വപരമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. നിമിഷപ്രിയ 2017 യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ 2018 മുതൽ വധശിക്ഷ നേരിട്ടിരുന്നു. ജൂലൈ 16 ശിക്ഷ നടപ്പാക്കുമെന്ന വാർത്ത പുറത്തുവന്നപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന നിർണായക ഇടപെടലുകൾ ഈ ശിക്ഷ മരവിപ്പിക്കാൻ കാരണമായി. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുല്ലിന്റെ സഹായത്തോടെ തലാലിന്റെ കുടുംബവും ഗോത്ര നേതാക്കളും ഉൾപ്പെട്ട ചർച്ചകൾക്ക് ഉസ്താദ് തുടക്കമിട്ടു. ഉത്തര യമനിലെ ദമാറിൽ നടന്ന ഈ ചർച്ചകളിൽ യമൻ ഭരണകൂട പ്രതിനിധികളും ജിനായത്ത് കോടതി ജഡ്ജിയും തലാലിന്റെ ബന്ധുക്കളും പങ്കെടുത്തു. ദിയാദനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ വധശിക്ഷ മരവിപ്പിക്കാനുള്ള തീരുമാനം ഔദ്യോഗിക ഉത്തരവായി പുറത്തുവന്നു. അതുപോലെ സൗദി അറേബ്യയിൽ അബ്ദുൾ റഹീമിന്റെ കേസിൽ പോലീസ് പിടിയിലായ നസീർ 10 വർഷത്തെ തടവിനു ശേഷം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെ മോചിതനായി. ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ മാർഗത്തിൽ ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഒരു മുസ്ലിം പണ്ഡിതന്റെ ഉത്തരവാദിത്തം ലോകത്തിന് വെളിവാക്കുന്നു. നിമിഷപ്രിയയെ നാം ചർച്ച ചെയ്യുമ്പോഴും അതോടൊപ്പം ചർച്ച ചെയ്യേണ്ട മറ്റൊരാളാണ് നസീർ. ചെയ്യാത്ത ഒരു കുറ്റത്തിന് റഹീമിനോടൊപ്പം 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നത് നസീറിനാണ്. ഒരു വലിയ കഥ തന്നെയാണ് അതിനു പിന്നിൽ. ഈ സംഭവം നടന്ന ദിവസം റഹീം നസീറിനെ വിളിക്കുകയാണ്. എന്തോ ഒരു കാര്യമുണ്ടെന്നും സൗദിയിൽ തനിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്നും ഭാഷയുടെ പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് നസീർ ഈ കേസിലേക്ക് കടന്നുവരുന്നത്. 2-3 തവണ റഹീം വിളിച്ചതിന് ശേഷമാണ് നസീർ റഹീമിനെ കാണാൻ പോകുന്നത്. റഹീമിന്റെ മുഖഭാവം കണ്ടപ്പോൾ എന്താണ് കാര്യമെന്ന് നസീർ തിരക്കി. അപ്പോൾ റഹീം തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. ഇത് കേട്ടതോടെ നസീർ ഞെട്ടിപ്പോയി. അതിനിടയിൽ പോലീസ് നസീറിനെയും ഈ കേസിൽ സംശയിക്കുകയാണ്. പോലീസ് നസീറിനെ ചോദ്യം ചെയ്തു. നസീർ സത്യം പറഞ്ഞെങ്കിലും പോലീസ് അത് വിശ്വസിച്ചില്ല. അങ്ങനെ നസീറിനെ ജയിലിലാക്കി. നസീറിന് 2 വർഷത്തെ ശിക്ഷയാണ് വിധിച്ചിരുന്നത്. എന്നാൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് നസീർ 2 മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. അവരോട് കുറച്ചുനേരം സംസാരിച്ച ശേഷം അവർ നസീറിന് തങ്ങളുടെ ഫോൺ നമ്പർ കൈമാറി. പിന്നീട് ഫോൺ വഴി കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് മാധ്യമങ്ങളിൽ ചർച്ചയായി തുടങ്ങിയത്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ KMCC ഈ കേസിൽ ഇടപെട്ടു. KMCCയുടെ അഷ്റഫ് കെയാണ് പിന്നീട് ഈ കേസിനായി ഓടി നടന്നത്. ആ സമയത്ത് നസീറിന്റെ കുടുംബം ഗൾഫിലായിരുന്നു. ഉടൻ തന്നെ അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് കോടതി കേസ് വിളിക്കാൻ തുടങ്ങി. 3.5 വർഷമാണ് ഈ കേസിന്റെ വിചാരണ നീണ്ടുനിന്നത്. അവസാനം റഹീമിന് വധശിക്ഷ വിധിക്കുകയും നസീറിന് 2 വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തു. പോലീസിനെ ഈ സംഭവം അറിയിക്കാത്തതിനാണ് നസീറിനെ കോടതി ശിക്ഷിച്ചത്. എന്നാൽ നസീർ അപ്പോഴേക്കും 3.5 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. അതിനാൽ നസീറിനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാമെന്ന് കോടതിയിലെ ജഡ്ജി പറഞ്ഞു. പക്ഷേ അവിടെയും നസീർ പ്രതിസന്ധിയിലായി. ഈ കേസ് ഒരേ ഫയലിൽ എഴുതിയിരുന്നു. ആ ഫയലിൽ തന്നെയാണ് നസീറിന്റെ പേരുണ്ടായിരുന്നത്. അതിനാൽ നസീറിന്റെ ശിക്ഷാകാലാവധി കഴിഞ്ഞിട്ടും അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടെ വീട്ടുകാരും കുടുംബവും ഒരുപാട് വിഷമത്തിലായി. അങ്ങനെയാണ് നസീറിന്റെ കുടുംബം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഈ വിഷമം തുറന്നു പറയുന്നത്. ഉണ്ടായ കാര്യങ്ങളെല്ലാം അവർ AP ഉസ്താദിനോട് വിശദീകരിച്ചു. ഉടൻ തന്നെ AP ഉസ്താദ് തന്റെ പരിചയത്തിലുള്ള ഒരു വ്യക്തിയെ സൗദിയിലുള്ള ഒരാളെ വിളിക്കുകയാണ്. അവർ നസീറിനെ ബന്ധപ്പെടുകയും കേസിന്റെ എല്ലാ വിശദാംശങ്ങളും പഠിക്കുകയും ചെയ്തു. പിന്നീട് അവർ നസീറിനെ വിളിച്ച് ഞങ്ങൾക്ക് കേസിനെക്കുറിച്ച് എല്ലാം അറിയാം, താങ്കളുടെ സെൽ നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചു. ഉടൻ തന്നെ അവർ നസീറിനെ കാണാനെത്തി. ഫയൽ മാറ്റാനുള്ള എല്ലാ നടപടികളും അവർ സ്വീകരിച്ചു. മാത്രമല്ല
ഇത്ര വർഷം ജയിലിൽ കിടന്നതിന് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാമെന്നും അവർ ഉറപ്പു നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ നസീറിനെ പുറത്തിറക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. അവർ ആ നാട്ടിൽ തുടർന്ന് കേസിന്റെ പകർപ്പുകളെടുത്ത് കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു സിറ്റിംഗ് വിളിച്ചുകൂട്ടി. അങ്ങനെ വിചാരണ നടന്നു. നസീറിന് റിലീസ് ഓർഡർ ലഭിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലാണ് നസീർ നാട്ടിലെത്താൻ കാരണമായത് എന്ന് നസീർ പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നവൻ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുന്നവനാണ്. ഈ വചനത്തിന്റെ ആഴമായ അർത്ഥം ഉൾക്കൊണ്ടാണ് ഉസ്താദ് നിമിഷപ്രിയയുടെയും അബ്ദുൽ നാസറിന്റെയും കാര്യത്തിൽ ഇടപെട്ടത്. യമനിലും സൗദി അറേബ്യയിലും പ്രമുഖ പണ്ഡിതന്മാരുമായും ഭരണകൂടങ്ങളുമായും നടത്തിയ ചർച്ചകൾ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും മതനേതൃത്വത്തിന്റെയും പ്രതിഫലനമാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അദ്ദേഹത്തിനോട് നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അബ്ദുൽ നാസറിന്റെ മോചനം സൗദി ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളുടെ ഫലമായാണ് സാധ്യമായത്. ഈ രണ്ട് സംഭവങ്ങളും ഇസ്ലാമിന്റെ സമാധാന സന്ദേശവും ക്ഷമയും കരുണയും ഉയർത്തിപ്പിടിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ മഹത്വത്തെ വെളിവാക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ജ്ഞാനവും ഉപദേശവും ഉപയോഗിച്ച് ക്ഷണിക്കുക എന്ന ഖുർആൻ വചനത്തിന്റെ പ്രായോഗിക പ്രതിഫലനമാണ്. ലോകമെമ്പാടും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ വിശിഷ്ടമായ സ്ഥാനം വഹിക്കുന്ന ഉസ്താദ് മനുഷ്യരെ ഒന്നിപ്പിക്കാനും ജീവന് വില നൽകാനും സമാധാനം സ്ഥാപിക്കാനും പ്രവർത്തിക്കുന്നു. നിമിഷപ്രിയയുടെ പൂർണ്ണമോചനത്തിനായുള്ള ചർച്ചകൾ തുടരുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകൾ നമുക്കെല്ലാം പ്രചോദനമാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യത്വത്തിന്റെ ഈ മഹനീയ ദൗത്യം തുടർന്നും വിജയിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.